ജിൻഡോ ചേട്ടാ, കഴിഞ്ഞ 10 വർഷമായി വിശ്രമത്തിലായിരുന്ന ഒരു പറ്റം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. മാരകായുധങ്ങളും കുപ്പിയിൽ വലിയ രാസവസ്തുക്കളുമായി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോ ശരീരമനങ്ങാൻ അറിയുമായിരുന്നു പലർക്കും. അല്ല, എനിക്കതിൽ സംശയമുണ്ട്. നേരെ തിരിച്ച് ഞാൻ കാണുന്നത്, ഈ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ ഒരു പ്രസംഗം ഞാൻ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിലൊക്കെ എപ്പോഴും പറയുന്നതാണ്. അദ്ദേഹം ഇസ്തിരി ഇട്ട് വച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിരന്തരം ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി മൂത്രം ഒഴിച്ചു. അപ്പം ഞാൻ വിചാരിക്കുന്ന, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി, അതിനു മുമ്പ് വലിയ സമരങ്ങൾ, വലിയ അക്രമങ്ങൾ, പൊതുമുതൽ നശിപ്പിക്കൽ, ആളുകളെ ആക്രമിക്കലൊക്കെ ചെയ്തിട്ടുള്ള SFIക്കാർ, DYFIക്കാരൊക്കെ സമരമില്ലാതെ പോയപ്പോൾ പിണറായി വിജയനോട് ആരെങ്കിലും ഒന്ന് പറയണ്ടേ? ആ കൂട്ടത്തിൽ, ആ ചുറ്റുവട്ടത്തുള്ളത്, ആ കോമ്പൗണ്ടിലുള്ളത് ആകെ പിന്നെ മരപ്പട്ടിയാണ്. മരപ്പട്ടി കാണിച്ചൊരു പ്രതിഷേധമുണ്ട്. ഈ ഉടുപ്പിൽ പോയി മൂത്രം ഒഴിക്കുക, നിരന്തരം കൃത്യമായ അദ്ദേഹത്തിനുള്ള പണി കൊടുക്കുന്നത്. ഇനി ഇദ്ദേഹം പ്രസംഗിച്ചപ്പോ ഹൗളിംഗ് ഇടുന്ന മൈക്ക്, ആ ഹൗളിംഗ് ഇപ്പോഴും തീർന്നിട്ടില്ല. ബാക്കി എല്ലാവരുടെയും കേസിൽ ഇത് യാദൃശ്ചികമായിട്ടൊക്കെ സംഭവിക്കാം. പിണറായി വിജയനെതിരെ നിരന്തരം മൈക്കിന്റെ പ്രതിഷേധം ഉണ്ടായി. ആ മൈക്കിന്റെയും മരപ്പട്ടിയുടെയും പോലും പ്രതിഷേധവും ജനാധിപത്യ ബോധവും ഇല്ലാതിരുന്ന SFIക്കാർ ഇപ്പൊ തെരുവിൽ ഇറങ്ങിയേക്കുക. ഇവര് സ്വിച്ച് ഇടാൻ കാത്തിരുന്ന പോലെയാണ്. എവിടെന്നാ വന്നതെന്നറിയില്ല. ഇവര് പറയുമ്പോ പറയും ഞങ്ങൾ CPM-ആയിട്ട് ഒരു ബന്ധമില്ല, സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണെന്നൊക്കെ പറയും. പക്ഷേ പിണറായി വിജയന്റെ മകളെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും റെയ്ഡ് നടത്തുകയും ചെയ്യുമ്പോൾ മൊട്ടയും ഇഷ്ടിയായിട്ട് പോകുന്നത് ഉമ്മാരാണ്. എന്നിട്ട് ഇവർ ആ കേസിൽ അടി ഉണ്ടാക്കി ജയിലിൽ പോകും. എന്നിട്ട് പറയും ഞങ്ങൾ സ്വതന്ത്ര വിദ്യാർത്ഥി യുവജന സംഘടനയാണ്. എന്നിട്ട് ഇവരുടെ പിതാക്കന്മാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, പെരുന്നാളായിട്ട് എന്റെ മകൻ ജയിലിലാണെന്ന് പറഞ്ഞു. അപ്പൊ സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടന പിണറായി വിജയന്റെ മകളുടെ ED കേസിന് എന്തിനാ മൊട്ട ഇഷ്ടിയായിട്ട് പോയി അടി ഉണ്ടാക്കി അകത്ത് പോകുന്നത് എന്നുള്ള ചോദ്യം നിൽക്കുക. അപ്പോഴാണ് SFIയുടെ സമരം ഇങ്ങനെ. ഞാനിപ്പോ നോക്കിയപ്പോ ജലപീരങ്കി അടിക്കുന്നു. അപ്പോ പിണറായി വിജയൻ മറ്റേ K രാജന്റെ നേതൃത്വത്തിലാണ്. ജലപീരങ്കി അടിക്കുന്നവർക്ക് മേത്തടിച്ച വെള്ളം ചെളിവെള്ളമായിരുന്നു. റോട്ടിലെ കുഴിയിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നു, കുപ്പിക്കകത്താക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിയമസഭ വരുന്നു. പിണറായി ഇത് കൊണ്ടുപോകുന്ന രംഗങ്ങളുണ്ട്. എല്ലാം ചിത്രങ്ങളുള്ളതുകൊണ്ട് എളുപ്പമായി നമുക്ക് കാര്യം. അത് കഴിഞ്ഞ് പിണറായി വിജയൻ പ്രസന്റ് ചെയ്യുന്നു അത്ഭുത പ്രതിഭാസം, കേരളത്തിലെ ചെറുപ്പക്കാരുടെ ചെളിവെള്ളം. കഴിഞ്ഞ 10 വർഷക്കാലം ഞാനൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അലക്കി വെളുപ്പിക്കാൻ 2-3 വട്ടം അലക്കണം, ഈ വെള്ള ഷട്ടിലൊക്കെ ചെളി പറ്റിയ. അപ്പോൾ അന്നൊക്കെ ഇവര് മറ്റേ പനിനീരും മിനറൽ വാട്ടറും മിക്സ് ചെയ്തിട്ടാണോ ജലപീരങ്കിൽ അടിച്ചത്? അല്ലല്ലോ, പാല് വെള്ളത്തിൽ ചേർത്ത്. പറയുന്ന കേട്ട് കഴിഞ്ഞാൽ പാലഭിഷേകമാണ് നടത്തിയത്, പനിനീർ അഭിഷേകമാണ് നടത്തിയത്, മിനറൽ വാട്ടർ കൊണ്ടുള്ള സേവയാണ് നടത്തിയതെന്നൊക്കെ തോന്നും. ആദ്യമായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്ന്. ചെറുപ്പക്കാരെ തലയടിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ ആളുകളാണ്. ചെടിച്ചട്ടി, മറ്റേ ഇഷ്ടിക, മറ്റേ കമ്പിവടി, പട്ടിക, ഹെൽമെറ്റ് കൊണ്ടൊക്കെ കൊല്ലാൻ നോക്കുമ്പോൾ രക്ഷാപ്രവർത്തനമാണ്. ഇത് വെള്ളം അടിച്ചപ്പോൾ വെള്ളത്തിന്റെ നിറം മാറിപ്പോയെന്ന്. ഞാൻ പറയുന്നത് ഇത്രയൊക്കെ നമ്മുടെ പോലീസിന് പറ്റുള്ളൂ. ഇതൊക്കെ കൂടുതലാണെന്നാണ് പറയുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജില് കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ട് വനിതാ ഹോസ്റ്റൽ അടച്ചു കഴിഞ്ഞ കൊല്ലം. ആ സമയത്താണ് എലപ്പുള്ളിയിൽ മഴവെള്ള സംഭരണികളുടെ മദ്യം ഉണ്ടാക്കാൻ ഇവർ പോയത്. മനസ്സിലാക്കണം. അതായത് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിലെ പല ജില്ലകളിലും കുടിവെള്ളം കിട്ടാത്ത കാലത്ത് സമരത്തിന് വന്നവരുടെ മേത്തടിക്കുന്ന വെള്ളത്തിന് ചിലപ്പോൾ നിറം കുറഞ്ഞെന്ന് വരും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളക്ഷാമമാണ്. ഇപ്പൊ BJP കോർപ്പറേഷനെ ഏറ്റവും അധികം വിമർശിക്കുന്നതും അതിന്റെ പേരിലാണ്. തിരുവനന്തപുരത്താണല്ലോ സെക്രട്ടേറിയറ്റ് ഉള്ളതും ഇതുപോലുള്ള സമരങ്ങൾ നടക്കുന്നതും. അവിടെ തന്നെ ശുദ്ധമായ വെള്ളം കൊണ്ട് ഇത് ചെയ്യണം. പാവപ്പെട്ടവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റുന്നില്ല. നമ്മുടെ കുഴപ്പമല്ല, 10 കൊല്ലമായിട്ട് അവർക്കും പറ്റിയില്ലല്ലോ. അപ്പൊ ഇത് അങ്ങനെ കുടിക്കാൻ വെള്ളം കൊടുക്കാൻ പറ്റാത്ത സമയത്ത് ഹില്ലി അക്വയുടെ മിനറൽ വാട്ടർ കൊണ്ട് ജലപീരങ്കി അടിക്കണമെന്നൊക്കെ പറയാൻ നടക്കണ കാര്യമല്ല. പറ്റുന്നവർ സ്വന്തം സമരം ചെയ്താൽ മതി. ഇപ്പൊ പിറ്റേ ദിവസം അപ്പൊ ആ ചെളിവെള്ളത്തിന്റെ നാടകം തീർന്നു. മനസ്സിലായില്ലേ? ചൊറിയാണ് അത്രേ. ഇവരെ കാണുമ്പോൾ നാട്ടുകാർക്ക് ചൊറിയാണ്. 10 കൊല്ലം സമരമില്ല, മുദ്രാവാക്യവും ഇല്ല, പ്രതിഷേധവും ഇല്ല. നാവ് തളർന്ന് വാദം പിടിച്ച് വീട്ടിലിരുന്നങ്ങളൊക്കെ റോട്ടിലിറങ്ങി ഇപ്പം അലമ്പുണ്ടാക്കുക. ആളുകൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല, ബസ് തടയുന്നു, അലമ്പുണ്ടാക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർക്ക് ആ ചൊറിച്ചിൽ വരുന്നു ഇവരെ കണ്ടിട്ട്. പിറ്റേ ദിവസം സമരം. ബ്ലേഡിന് വരഞ്ഞെന്ന്, ഷർട്ട് കീറാതെ ബ്ലേഡിന് വരയാൻ പോലീസിന് ട്രെയിനിങ് കൊടുത്തതിന്റെ പേരിലായിരിക്കും പിണറായി വിജയൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആഭ്യന്തര വകുപ്പിനുള്ള സമ്മാനം കിട്ടിയത്. ഇവര് 1.5 മാസം മുമ്പ് VD സതീശന് അധികാരം കൊടുക്കുന്നതിന് മുമ്പ് ഇവരുടെ കയ്യിലിരുന്ന ആഭ്യന്തര വകുപ്പാണല്ലോ. കേരളത്തിലെ പോലീസ് 1ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യയിൽ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിരിക്കും ഷർട്ടും കുപ്പായം ഒന്നും കീറാതെ ബ്ലേഡിന് വരയാൻ പറ്റുന്നത്. ബ്ലേഡിന് വരഞ്ഞു കൊല്ലാൻ നോക്കി എന്നൊക്കെയാണ് പറയുന്നത്. ദിശറിയാത്ത പോസ്റ്റ്മാൻ പശറിയാതെ വായിക്കുന്നു പറഞ്ഞതുപോലെ മികച്ച പോലീസുകാരൻ കീറാതെ
മുറിവേൽപ്പിക്കും. അപ്പോൾ ഒരു പോലീസുകാർ സാധാരണ ഇതിൽ നമ്മളൊക്കെ സമരത്തിന് നമുക്ക് അടിയും കിട്ടും, ഇതൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ പ്രതിഷേധം ബഹളമൊക്കെ ഉണ്ടാക്കും, ഇത് ശരിയാ. ഒരു കയ്യിൽ ഷീൽഡ് ഉണ്ടാവും, ഒരു കയ്യിൽ ലാത്തി ഉണ്ടാവും, ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഈ മൂന്നാമത് ഇനി ഒരു കൈ ഉണ്ടെങ്കിൽ ബ്ലേഡ് പിടിക്കാൻ നോക്കിയാൽ ഇനി ആ ബ്ലേഡ് പിടിച്ച് ഇവരെ വരഞ്ഞു എന്ന് പറയാം. അപ്പോൾ കുറേ നേതാക്കന്മാർ പെട്ടെന്ന് ചാടി വരുന്നു, പരിക്കേറ്റ ആളുകളെ കാണുന്നു, തലയിലൊക്കെ പരിശോധിക്കും. ഞാൻ ആദ്യം വിചാരിച്ചേ ഈ ബ്ലേഡിന് മുറിഞ്ഞവൻ്റെ തലയെ പരിശോധിക്കും, ഇനി വല്ല പേൻ നോക്കുന്നുണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. തലയിൽ തപ്പി നോക്കുക, ബ്ലേഡിന് മുറിഞ്ഞവൻ്റെ പുറം കാണിച്ചിട്ട് പറയാ ഇവിടെ ബ്ലേഡിന് വരഞ്ഞെന്ന് പറയുമ്പോൾ തലയിൽ തപ്പി നോക്കുക. അപ്പൊ നമ്മള് പേനോട്ടൊക്കെ കഴിഞ്ഞ് ഒരു വീട്ടിൽ പോയി ബ്ലേഡിന് വരഞ്ഞു, വലിയ കേരളത്തിൽ വലിയ എന്താ പറയാ യുവജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നു എന്നൊക്കെ പ്രസ്താവന. അപ്പൊ ഇന്നിപ്പോ ബ്ലേഡ് കൊണ്ടുവന്ന് ഇവരാന്ന് കണ്ടുപിടിച്ച് ഇപ്പൊ ബ്ലേഡ് നാടകവും തീർന്നു. ഇപ്പൊ ബാരിക്കേഡ് കെട്ടിയിരിക്കുന്ന വടം മുറിക്കാൻ കൊണ്ടുവന്ന ബ്ലേഡ് അതുവരെ എത്തിയിട്ടുണ്ട്, അതുവരെ എത്തി. ഇനി കൊണ്ടുവന്ന ആളെയും കണ്ടു. ഇനി അവനെ പൊക്കുമ്പോ പറയും ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഇല്ലാതാക്കാൻ നോക്കണ്ട എന്ന് പറയും. ഇപ്പൊ കാഫിർ സ്ക്രീൻഷോട്ടിൽ അകത്ത് പോയവന് വേണ്ടിയിട്ട് പറഞ്ഞെന്താ, ഷാഫി പറമ്പിലും പാറക്കൽ അബ്ദുള്ളയും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, കാലി കുത്തി നടക്കില്ല എന്ന് പറഞ്ഞ്. ഇത് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി അത് നാട്ടിൽ കലാപത്തിന് ശ്രമിച്ച് അത് 2 കൊല്ലക്കാലം മൂടി വെച്ച് സംരക്ഷിച്ചവനെ പോലീസ് പിടിച്ചപ്പോൾ ഇവർ പറയാണ് ഇത് ഇവരുടെ പ്രവർത്തകരെ അകാരണമായി അറസ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പൊ ബ്ലേഡ് കൊണ്ടുവന്ന് ഈ പണി ചെയ്തതൊക്കെ ഇനി പോലീസാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ബ്ലേഡ് കൊണ്ടുവന്നവരെ കണ്ടുപിടിച്ചു, നടപടിക്രമങ്ങളിലേക്ക് പോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് SFIക്കാരൊന്ന് സമരം ചെയ്ത് ഉഷാറാവട്ടെ. 10 കൊല്ലക്കാലം സർക്കാർ തണലിൽ സർക്കാർ വിലാസം സൗകര്യങ്ങളൊക്കെ പറ്റിയിരുന്നതിന്റെ മേധസ്സൊക്കെ ഒന്ന് പോണെങ്കിൽ ഒന്ന് ശരീരം അനങ്ങണം. ഒരു ദേഹ അധ്വാനം ഉണ്ടാകുന്നത് നല്ലതാണ്. കായിക അധ്വാനത്തിന് അത്യാവശ്യം സമരമൊക്കെ. അവർ തന്നെ അവകാശപ്പെടുന്നത് അവരാണ് മികച്ച പ്രതിപക്ഷം, നിങ്ങൾ SFIയുടെ സമരമുറ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ മുദ്രാവാക്യമൊക്കെ കേൾക്കാറുണ്ടല്ലോ. അതൊക്കെ കാണാൻ കേരളം ആഗ്രഹിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും അവരെ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടം അവരുടെ സമരം. കാരണം ഞങ്ങൾ കഴിഞ്ഞ 10 കൊല്ലക്കാലം പൊരിഞ്ഞ അടി മേടിക്കുന്നു, ഞങ്ങളുടെ ചെറുപ്പക്കാരെ കൊല്ലാൻ നോക്കുന്നു, ചോര ഒലിക്കുന്നു. ഞങ്ങളൊക്കെ ജയിലിൽ പോയിട്ടുള്ള സമയമുണ്ട്. ഞങ്ങൾ 1000-കണക്കിന് 10,000-കണക്കിന് ഇപ്പൊ ഫൈൻ അടച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഇവര് വീട്ടിലായിരുന്നു. SFIയുടെ ഒരു പയ്യൻ പറഞ്ഞത് ഈ അടുത്ത് ഏതോ ശൈത്യ ഭൂഖണ്ഡത്തിൽ ഉറഞ്ഞുകൂടിയിരുന്നാലും SFIക്കാര് അപ്പൊ ഇവര് 10 കൊല്ലക്കാലം ശൈത്യ ഭൂഖണ്ഡത്തിലിരുന്നു, ഇനി കുറച്ച് ചൂടാവട്ടെ ശരീരം, അപ്പൊ അടി നടക്കട്ടെ, പ്രവർത്തനം നാട്ടുകാർ തീരുമാനിക്കട്ടെ ഇവരുടെ സമരം ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ ഇത്രയും നാൾ സംരക്ഷണം ഒരുക്കിയ പോലീസുകാർക്കും ഇവരെ തല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇത്രയും കാലം ഈ ഇപ്പൊ പിണറായി വിജയൻ യാത്ര ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഇടയിൽ ഓരോ ആളുകൾ നിൽക്കുമായിരുന്നു. മഴയായാലും വെയിലായാലും ഈ പാവങ്ങൾ നിൽക്കണം. എന്നിട്ട് പുള്ളി കടന്നു പോകുമ്പോൾ ഇവർ തിരിച്ചു പോകും. ഇത് വേറെ പണിയൊന്നും ഉണ്ടായില്ല, ക്രമസമാധാന പാലനം ഉണ്ടായില്ല. ഈ റോട്ടിൽ വെയിൽ കൊണ്ടും മഴയും കൊണ്ട് നിൽക്കായിരുന്നു. ഇവന്മാരുടെ സകല അഭ്യാസവും. തിരുവനന്തപുരത്ത് ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്നപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിന്നാലെ നടന്ന് വെല്ലുവിളിച്ച് തല്ലി. ചാലക്കുടിയിൽ ഒരു SI ഒരു ഗുണ്ടേനെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി പട്ടിയെ തല്ലും പോലെ CIനെയും SIനെയൊക്കെ തല്ലുമെന്ന് വെല്ലുവിളിച്ച SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം. കേരളത്തിലെ എമ്പാടും ഇവരെ സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു. പക്ഷെ ഇതിനേക്കാൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് ഇവർക്കെല്ലാം ഫാൻ ബേസ് ഉണ്ട്. ഇവർ ചെയ്യുന്നത്, ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ചെയ്യുന്നത് നല്ല കാര്യമാണ്, ഈ പോലീസിനെ തല്ലേണ്ടതായിരുന്നു എന്ന് പറയുന്ന വലിയൊരു ടോക്സിക് ഫാൻ ബേസ് കൂടിയുണ്ട് ഇവർക്ക്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ എന്ത് വൃത്തികേട് ചെയ്താലും പിന്തുണയ്ക്കുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പൊ ബസ്സിൽ തുണി പൊക്കി കാണിച്ചവർ തന്നെ സ്വീകരണം കൊടുക്കാൻ ജയിലിന്റെ മുമ്പിൽ കുറെ ആളുകൾ വന്നു. മനസ്സിലായോ? അയാളെ മാലയിട്ട് സ്വീകരിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. ഞാൻ പറയുന്നത് ഒരു മിനിമം ഒരു മനുഷ്യാന്തസ്സിന് ഒരു വില കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അത്തരം വൃത്തികെട്ടവന്മാരെ പിന്തുണയ്ക്കില്ലല്ലോ. അങ്ങനത്തെ ഒരു ആളുകളുള്ള നാട്ടില് അക്രമം ചെയ്യുന്നവനും ഉണ്ടെന്നേ. ഇപ്പൊ ബോംബ് എറിയുന്ന കേസില ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, CPMന്റെ ഇപ്പൊ ആകാശ് തില്ലങ്കേരി, അങ്ങനെ കുറെ ഗുണ്ടകളുണ്ട്. ഇവരൊക്കെ വരുന്ന കാണുമ്പോൾ ഇവരുടെ BGM ഇട്ട് ഇവരെ കാണിക്കുന്നു, ഇവരുടെ റീൽസ് ഷെയർ ചെയ്യുന്നു. എന്തോ വലിയ മഹത്തായ കാര്യം ചെയ്തിട്ട് വരുന്ന പോലെയാണ്. സമാധാനത്തിനുള്ള പോരാളികൾ സ്വാതന്ത്ര്യ സമര പോരാട്ടം കഴിഞ്ഞ് രാജ്യം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന പോലെയാണ് കഞ്ചാവ് കേസ് ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നവനെ സ്വീകരിക്കുന്നത്, കൊലക്കേസ് ജയിലിൽ പോയിട്ട് വരുന്നവനെ സ്വീകരിക്കും. അപ്പൊ ഇവർക്ക് ഫാൻ ബേസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ ഫാൻ ബേസ് ഇവരുടെ തന്നെ വിട്ടുപോകാൻ പറ്റാത്തത്ര അന്തംഗമ്മികളാണ്. ബാക്കി മുഴുവൻ മനുഷ്യരും ഇവരുടെ കൂട്ടത്തിലുള്ളവർ തിരിച്ചു ചെയ്തിട്ടുള്ളോ. പയ്യന്നൂരും തളിപ്പറമ്പും അമ്പലപ്പുഴയൊക്കെ UDFന് അനുകൂലമായിട്ട് വിധിയെഴുത്തുണ്ടാകുന്നത്. കേരളത്തിലെ എമ്പാടും ഈ വിധിയെഴുത്തുണ്ടാകും. പിണറായി വിജയൻ പോലും 6 റൗണ്ടിൽ പുറകെ പോയത് ധർമ്മടത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചു ചെയ്തുകൊണ്ടല്ലേ. ഫാൻ ബേസ് ആണ് ഇവരുടെ ശരിയെന്ന് ഇവർ വിചാരിക്കുന്നതിന് വലിയ അബദ്ധത്തിലേക്ക് പോകുന്നത്. ഇതിന്റെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഈ ക്ഷുഭിത യമൻ എന്ന് പറയുന്ന നാട്ടുകാരുടെ മെക്കെട്ട് കയറുക, അഭ്യാസം ചെയ്യുക, ഇതൊക്കെ പറയുമ്പോൾ സ്വിച്ചിട്ട പോലെ വന്ന് സമരം ചെയ്തിട്ട് പോകുന്നതല്ല ക്ഷുഭിത യൗവനം. ആശയപരമായ ഒരു അടിത്തറയില്ല.
അതെ, കലാലയങ്ങൾ പോലും പണ്ട് പാട്ടും കേട്ട് അല്ലെങ്കിൽ ഈ സമരം വിളി കണ്ട് SFIയിൽ ചേർന്ന കുട്ടികൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പല കലാലയങ്ങളും KSUലേക്ക് തിരിച്ചു അത് വരുന്നു. കേശുവിലെ അത് പൊതു ട്രെൻഡാണ്, പൊതുസമൂഹത്തിന്റെ ഒരു ട്രെൻഡ് കലാലയങ്ങൾ അതെ, അതെ. പ്രതിഫലിക്കപ്പെടുന്ന. കാരണം ഞാൻ പറയുന്നത് ഇപ്പോൾ SFIയുടെ നേതാക്കന്മാരായിട്ടുള്ള ഒരു വാഴക്കുളം ഒട്ടിച്ച് PhD മേടിക്കുന്നു, എഴുതാത്ത പരീക്ഷ ജയിക്കുന്നു, ഡിഗ്രി ജയിക്കാതെ MCOMന് അഡ്മിഷൻ കിട്ടുന്നു, ഇല്ലാത്ത വ്യാജരേഖ experience ചമച്ച് ജോലി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രവർത്തകരായിട്ടുള്ള പഠിക്കുന്ന ആശയപരമായ SFIയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നും? അവർക്ക് തോന്നുന്ന മാറ്റമാണ് ഞങ്ങൾക്കിപ്പോൾ ഭരണമായത്, അവർക്ക് തോന്നിയ മാറ്റമാണ്. അതെ, അപ്പോൾ അതെ, അതെ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഇവരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചോദിച്ചാലും മനുഷ്യന് മനസ്സിലാകാത്ത കുറേ പദപ്രയോഗങ്ങളിലൂടെ പറഞ്ഞു പറ്റിച്ചിട്ട് ഈ അടി നടത്തി കഴിഞ്ഞാൽ എന്തോ മഹത്തായ സേവനം. താത്വികമായ അവലോകനത്തിലൂടെ തെറ്റാണ്. കാരണം പിണറായി വിജയന്റെ മകള് പഠിച്ചത് എവിടെയാണ്? തോമസ് ഐസക്കിന്റെ മക്കൾ പഠിച്ചത്, ബിനോയ് വിശ്വത്തിന്റെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? ഇവരൊക്കെ പിണറായി വിജയന്റെ മകൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? പിണറായി വിജയന്റെ മകൻ എവിടെയാണ് പഠിച്ചത്? ഇവിടെ SFIക്കാരെ അടി ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി ജയിലിൽ പോയി കിടക്കുക. ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് ഒരു കോളേജിൽ പഠിച്ച് അന്യ സംസ്ഥാനത്ത് ഒരു IT കമ്പനി തുടങ്ങി, AKG സെന്റർ ലോക്കൽ അഡ്രസ് ആയിട്ട് വെച്ച്, കെയർ ഓഫ് അഡ്രസ് ആയിട്ട് വെച്ച് കമ്പനി തുടങ്ങി, മാസപ്പടി വാങ്ങിയ വീണയെ റെയ്ഡ് ചെയ്യാൻ വന്നപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ലോൺ എടുത്ത് പഠിച്ച സഖാക്കന്മാര് ജയിലിൽ പോകേണ്ട അവസ്ഥ ജയിലിൽ പോകേണ്ടി വന്നു. അതിൽ ഒരു സഖാവിന്റെ ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് താഴെ പോയി സംസ്ഥാന നേതാക്കന്മാർ വിങ്ങി പൊട്ടർ കണ്ടപ്പോൾ ഹൃദയം തകർന്നു പോയി. കാരണം ഇവർ മേടിച്ച മാസപ്പടി ഇച്ചിറ കൊടുത്തിരുന്നെങ്കിൽ ആ സഖാവിന്റെ വീടൊന്ന് മേഞ്ഞു കൊടുക്കായിരുന്നു. ഈ ഫോട്ടോ എടുത്ത് സ്വന്തം ഫേസ്ബുക്കുകളിലിട്ട് അതും കണ്ടന്റ് ആക്കാൻ ശ്രമിച്ച നേതാക്കൾ മറ്റൊന്ന്. അതാ ഞാൻ പറഞ്ഞത്, അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് 1,83,00,000 രൂപ ചെലവാക്കി മമ്മൂട്ടിയെ കൊടുന്ന് പ്രസംഗിപ്പിച്ച നേതാക്കന്മാർ ഭരിക്കുന്ന കാലത്താണ് വീണ തൈക്കണ്ടിലിന് വേണ്ടിയിട്ട് ഇഷ്ടികയും മുട്ടയെറിഞ്ഞ് ജയിലിൽ പോയ സഖാവിന്റെ ദാരുണമായ ജീവിതകഥ ഇവർ വിവരിക്കുന്നത്. ഇവരുടെ നിലപാടെന്താ? അപ്പം ഞാൻ പറയുന്നത് SFIക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് ക്യാമ്പസിൽ പോകുന്നത് പഠിക്കാനാണ്. പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. 2, സമരം നിർബന്ധമായിട്ടും സമരം ചെയ്യണം. വിദ്യാർത്ഥികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട സമരം ചെയ്യണ്ടേ, വിദ്യാർത്ഥി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നയപരമായ വിഷയങ്ങളിൽ സമരം ചെയ്യണം. ഇപ്പൊ PM ശ്രീയിലാണ് ഇവരുടെ സമരമെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് ശിവൻകുട്ടിയെ ഒപ്പിട്ടപ്പോൾ സമരം ചെയ്യാറുണ്ട്? ഈ ABVPയുടെ സ്വീകരണം കിട്ടിയ ആദ്യത്തെ CPM മന്ത്രി ശിവൻകുട്ടിയാ. അന്ന് പൂച്ചണ്ട് കൊടുത്ത ABVP ആദരിച്ച അന്ന് SFI എവിടെയായിരുന്നു? അപ്പോൾ നയപരമായി ഇവർ ഒരുപാട് വ്യതിചലിക്കപ്പെട്ടു. ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവരിപ്പോഴും പിണറായി വിജയന്റെ ആശ്രിത വത്സരരായിട്ട് ആ കോലായി ചുറ്റിത്തിരിയുന്ന സംഘങ്ങളായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഇത് വരുന്നത്. ആളുകൾ പുച്ഛിക്കുകയല്ലേ. ഇപ്പോ സെക്രട്ടേറിയറ്റിലൊക്കെ ഇവര് സമരം ചെയ്യുമ്പോൾ നാട്ടുകാർ കൂടി ഇത് കാണുക, ഈ കലാപരിപാടി ലൈവ് കാണാൻ ഒരുപാട് പേരുണ്ട്, ആളുകൾ വന്ന് കാണും. കുറെ കാലായില്ലേ സെക്രട്ടേറിയറ്റിൽ ഈ സമരം, കാണട്ടെ, സൂക്ഷിക്കട്ടെ, ഒരു രസമല്ലേ, ആളുകൾ രസിക്കട്ടെ. എന്നിട്ട് റഹീമിനെ പോലുള്ള നേതാക്കൾ ഇതെടുത്ത് ഫോട്ടോ ഇടുമ്പോൾ അവർക്കും ഒരു സന്തോഷം, പിള്ളേരൊക്കെ ഇറങ്ങി തുടങ്ങി. ഇവര് വിചാരിക്കുന്ന ഇപ്പൊ റഹീം തിരുവനന്തപുരത്ത് പാതിരാത്രിക്ക് ഇരിക്കട അവിടെ വാട ഇവിടെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊടുത്ത് കുറെ എണ്ണത്തിന് അടി മേടിച്ചു കൊടുത്തപ്പോ റഹീമിന്റെ പണി നോക്കി വീട്ടിൽ പോയി കിടന്നു. SFIക്കാർക്ക് കുറെ അടി കിട്ടി, അവർ വീട്ടിൽ പോയി. ഇവരെ ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ, പാവപ്പെട്ടവരുടെ മക്കളെ പരമാവധി പണിയെടുപ്പിച്ച് തല്ലുകൊള്ളിച്ച് വീട്ടിൽ വിടുക, ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുക. അപ്പൊ നാളെയും ഭരണത്തിൽ ഇല്ലാത്ത കാലത്ത് കുറച്ച് ആളുകളെ കിട്ടുമല്ലോ. ഇവരുടെ മക്കളെയൊക്കെ സേഫാക്കി വിദേശത്തേക്ക് വിടുക. എന്നിട്ട് ആഗോളവൽക്കരണത്തിനെതിരെ കുറ്റം പറയുക, ട്രംപിനെതിരെ വെല്ലുവിളിക്കുക, അമേരിക്കയും ബ്രിട്ടനെയും തുലയ്ക്കുമെന്ന് വെല്ലുവിളിക്കുക, ഇതൊക്കെ ചെയ്യും.